നമ്മളുടെ അഭിപ്രായമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം അവരുടെ അഭിപ്രായത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരെ ഇഷ്ടമില്ലാതെയാവും. നമ്മൾ മലയാളികളെ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസസിനെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് കാണുന്നത്? ഇതിനൊരു പാരാ സോഷ്യൽ ബിഹേവിയർ എന്നാണ്. കൃഷ്ണയുടെ റിലേഷൻഷിപ്സിലൊക്കെ ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞപ്പം നമ്മൾ വല്ലാതെ അവരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ലുക്ക് അറ്റ് ദ ക്യാമറ. അപ്പൊ ഈ കാണുന്നവർക്ക് എന്ത് വിചാരിക്കും? അവരോട് സംസാരിക്കുന്ന പോലെ, അവരായിട്ട് ഷെയർ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമ്മളുടെ മൈൻഡിൽ എവിടെയോ ക്രിയേറ്റ്. ആൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാനും ഡേറ്റ് ചെയ്യാനും റിലേഷനിലാവാനുള്ള റൈറ്റ് അവർക്കില്ല. നമുക്ക് തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യം എല്ലാവർക്കും തെറ്റാവണം എന്നില്ല. സോ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പം ഇതൊരു കൺട്രോൾ വിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പോകണ്ടെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് സ്റ്റെപ്പ് ബാക്ക്. നമ്മൾ മലയാളികളെ എന്തുകൊണ്ട് ഇൻഫ്ലുവൻസസിനെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് കാണുന്നേ? എല്ലാ മലയാളികളും അല്ല, കൂടുതലും മലയാളികൾ അങ്ങനെയാ. ഇതിനൊരു പാരാ സോഷ്യൽ ബിഹേവിയർ എന്നാ വിളിക്കുക. ആൻഡ് ദിസ് ഹസ് ക്രോസ്ഡ് എ ലിമിറ്റ്. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എടുത്ത് നോക്കിയാൽ പല രീതിയിൽ ഹേറ്റ്രഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇൻഫ്ലുവൻസേഴ്സിനോടൊക്കെ ഒരു പ്രത്യേക തരം സ്നേഹം തോന്നും അല്ലേ? കാരണം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കും അവരവരുടെ ലൈഫ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് when their opinion change from our opinion, we tend to hate them for no reason. നമ്മളുടെ അഭിപ്രായമായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം അവരുടെ അഭിപ്രായത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരെ ഇഷ്ടമില്ലാതെയാവും. അതിന്റെ പേരിൽ നമ്മൾ പല രീതിയിൽ ഹേറ്റ്രഡ് സർക്കുലേറ്റ് ചെയ്യും. സോ ഈ വീഡിയോയിൽ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ എന്തുകൊണ്ടാണ് ആൻഡ് വാട്ട് ഈസ് ആഫ്റ്റർ എഫക്ട് ഓഫ് ഓൾ ദിസ് കൈൻഡ് ഓഫ് പാരാസോഷ്യൽ ബിഹേവിയർ എന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, പാരാസോഷ്യൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ ദാറ്റ്സ് എ വൺ സൈഡഡ് ഫ്രണ്ട്ഷിപ്പ്. അതായത് നമുക്ക് അവരെങ്ങനെയാ ജീവിക്കുന്നത് എന്ന് കാണാനേ പറ്റുന്നുള്ളൂ, മനസ്സിലാക്കാനേ പറ്റുന്നുള്ളൂ. ഇൻ ഡെപ്ത് നമുക്കറിയില്ല, അവർക്ക് നമ്മളെ അറിയില്ല. പക്ഷെ വി കൻ സീ ദം, വി കൻ നോ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദിയർ ലൈഫ്. ഇതിന്റെ ഫലമായി അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നു ആൻഡ് യു കാൻ ആക്സെപ്റ്റ് ഇറ്റ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ എത്തുമ്പം നമുക്ക് പിന്നെ അവർ ഇഷ്ടമല്ലാതെ ആവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന് റിലേഷൻഷിപ്പ് വൈസ് ഒരു ചേഞ്ച് വന്നു എന്ന് വിചാരിക്കും. അതായത് ഇപ്പോൾ ഉള്ള ലിവിങ് പാർട്ട്ണറിൽ നിന്ന് വേറൊരു പാർട്ട്ണറിലേക്ക് അവർ മാറി. അതിന് പല റീസൺ ഉണ്ടാവും അല്ലെ? നമുക്ക് ആ റീസൺ എന്താന്ന് കംപ്ലീറ്റ്ലി അറിയില്ല എന്ന് വിചാരിക്കുക. നമ്മള് മലയാളികള് അവരെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി ജഡ്ജ് ചെയ്യും. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാനിവിടെ പറയാം. ദിയ കൃഷ്ണയുടെ റിലേഷൻഷിപ്സിലൊക്കെ ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞപ്പം നമ്മൾ വല്ലാതെ അവരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി അല്ലേ? ഇപ്പൊ പുതിയ ആളാ, എന്തൊക്കെയായിരിക്കും നടക്കുന്നുണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങോട്ട് ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. ബട്ട് വി ഡോണ്ട് നോ ദ ഹോൾ സ്റ്റോറി അല്ലേ? ആ കുട്ടിയുടെ ലൈഫിൽ എന്താ സംഭവിച്ചത്, അവരുടെ ലൈഫിലെ എങ്ങനെയുള്ള ചേഞ്ചസ് കാരണം അവർക്ക് അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കേണ്ടി വന്നതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഈവൻ നൗ ഷീ ഹാസ് എ ഫാമിലി, ഷീ ഈസ് ലിവിങ് ഇൻ എ വെരി ഹാപ്പി ഫാമിലി. അവർക്കൊരു കുട്ടിയുണ്ട്, അവരുടെ ഫാമിലി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഈ സ്റ്റേജിലും നമ്മൾ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ വി ഡോണ്ട് നോ ഹൗ ടു ലെറ്റ് ഇറ്റ് ഗോ. നമുക്ക് അവരുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് ഇൻ ഡെപ്ത് അറിയില്ല, എന്നാൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ ഒരു മടിയില്ല. ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറയാൻ കാരണം ദിസ് ഇസ് സ്റ്റിൽ ഹാപ്പനിങ് അറൌണ്ട് അസ്. സോ അവരുടെ ഒരു പ്രൈവസി നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അവരുടെ ലൈഫ് ഡിസിഷൻസിന്റെ റീസൺ നമുക്കറിയില്ല ആൻഡ് അതുകൊണ്ട് നമുക്ക് അവരെ ജഡ്ജ് ചെയ്യാനുള്ള റൈറ്റും ഇല്ല. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. ആരുടെ ലൈഫാണെങ്കിലും നമുക്ക് അതിലേക്ക് എത്തി നോക്കാനുള്ള ഒരു പ്രവണത വളരെ കൂടുതലാണ് മലയാളികൾക്ക്. നമ്മളുടെ സ്വന്തം ആളാന്നുള്ള രീതിയിൽ ഒപ്പീനിയൻ പറയും. ഈവൻ സ്വന്തം ആളോട് പോലും ഒപ്പീനിയൻ പറയാൻ ഒരു ലിമിറ്റ് ഉണ്ട്, അതിനപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദിസ് ഹാസ് ക്രോസ്ഡ് ദ ബോർഡർ ലൈൻ. നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കണ്ട അപ്പം തെരുവിളിയാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ. ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവരുടെ ലൈഫിൽ അവർ ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഇറ്റ്സ് ദെയർ ലൈഫ്. അവര് പൈസ കൊടുത്ത് അവര് മേടിക്കുന്ന സാധനങ്ങൾ അവരുടെ രീതിയിൽ അവർ ജീവിക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള ഒരാളെ അവർ കല്യാണം കഴിക്കുന്നു. ഇതിൽ നമ്മളുടെ ഒപ്പീനിയൻ പറയേണ്ട കാര്യം എന്താ? നമ്മളോട് ഒപ്പീനിയൻ ചോദിച്ചോ? ഇല്ല. സോ ദിസ് ഇസ് വേർ വി ഫർഗെറ്റ് ദാറ്റ് ഇറ്റ്സ് ദെയർ ഓൺ ലൈഫ്. നമ്മളുടെ ലൈഫാണ് അതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിൽ അഭിപ്രായം പറയാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഡെയിലി നമ്മൾ റീൽസ് ആകട്ടെ, ഷോർട്സ് ആവട്ടെ, യൂട്യൂബ് വീഡിയോസ് ആവട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു 1 hour എങ്കിലും നമ്മൾ ഡെയിലി ഇരുന്ന് കാണും അല്ലേ? സോ ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ലുക്ക് അറ്റ് ദ ക്യാമറ. അപ്പൊ ഈ കാണുന്നവർക്ക് എന്ത് വിചാരിക്കും? അവരോട് സംസാരിക്കുന്ന പോലെ, അവരായിട്ട് ഷെയർ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമ്മളുടെ മൈൻഡിൽ എവിടെയോ ക്രിയേറ്റ് ആവും. ആൻഡ് ദാറ്റ് ഫീലിംഗ് ഓഫ് ലവ് ടുവേർഡ്സ് ദ ഇൻഫ്ലുവൻസർ ബിക്കം എൻ ഇമോഷണൽ ഡിപ്പെൻഡൻസി. നമുക്ക് ഇമോഷണലി അറ്റാച്ച്മെന്റ് വരും അവരോട്. പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം മക്കളോടോ സ്വന്തം സിബ്ലിങ്ങിനോടോ സംസാരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ബിഹേവിയറിലേക്ക് നമ്മൾ പോലും അറിയാതെ ഷിഫ്റ്റ് ചെയ്യും. ഇവിടെയാണ് നമ്മളുടെ അഭിപ്രായം നമ്മൾ അവരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കുക.
കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അനശ്വര്യ രാജൻ അവരവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ടൈമില് ഷോർട്സ് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ഇത് പോസ്റ്റ് ചെയ്ത ടൈമില് കുറെ കോമന്റ്സ് വന്നു. ആൻഡ് ആ കോമന്റ്സ് നോക്കി നമുക്ക് മനസ്സിലാവും ഇത് കേരളത്തിലെ കൾച്ചർ ഇങ്ങനെയല്ല, കേരളത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെയല്ല, ഇത് കുറച്ച് ഓവർ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമന്റ്സ് ആണ് കോമന്റ് സെക്ഷൻ മുഴുവനും. അത് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഈ പറയുന്നവരുടെ മക്കളോ ഈ പറയുന്നവരുടെ അച്ഛനോ അമ്മയോ ഒന്നും അല്ല ആ കുട്ടി. ഇറ്റ്സ് ഹർ ഇൻസ്റ്റഗ്രാം ഓർ ഇറ്റ്സ് ഹർ യൂട്യൂബ്, ഷീ കൻ ഡു എനിത്തിങ്. ഇത് ഒരാളെ സയന്റിഫിക്കലി എഫക്ട് ചെയ്തു എന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റാത്തടത്തോളം കാലം ഒരാളെ അക്യൂസ് ചെയ്യാനുള്ള ഒരു റൈറ്റും ഇല്ല. എന്തൊരു കാര്യം, ഇപ്പൊ ഇതൊരു ആൺകുട്ടിയെ വശീകരിക്കാനാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല രീതിയിൽ കാര്യങ്ങൾ പറയും. പക്ഷെ ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ ആണോ? അല്ല. നമുക്ക് ആരുടെങ്കിലും ഡ്രസ്സിങ് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഡ്രസ് ചെയ്ത ആളുടെ പ്രശ്നമല്ല, അത് കാണുന്ന നമ്മളുടെ പ്രശ്നമാണ്. അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മെന്റാലിറ്റിയോ അത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കളയാനുള്ള മെന്റാലിറ്റിയോ നമുക്കില്ല. നമുക്കിഷ്ടമില്ലാത്ത കാര്യത്തിൽ കമന്റ് ചെയ്യണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്താലും നല്ല കാര്യം തന്നെയാ അല്ലെ? ഇനി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം തെറ്റാണെന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കോമന്റ്സിൽ ഇനി വേറൊരു കാര്യമുണ്ട്. ഒരാൾ ഒരു നെഗറ്റീവ് കോമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്ത് 1000 ആൾക്കാർ വരും. അപ്പൊ എല്ലാവരുടെയും വിചാരം 100 പേര് ഒരേ അഭിപ്രായം പറഞ്ഞ അതാ ശരിയെന്ന. പക്ഷെ അതല്ല. ഒരു മാസീവ് ഒപ്പീനിയൻ അതാണെന്ന് വിചാരിച്ച് ദാറ്റ് മൈറ്റ് നോട്ട് ബി ദ ട്രൂത്ത് അല്ലേ? നമുക്ക് തോന്നുന്ന എല്ലാം ശരിയാവണമെന്നില്ല, നമുക്ക് തോന്നുന്ന എല്ലാം തെറ്റാവണമെന്നും ഇല്ല. ഇതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം. ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. എന്നാൽ അതിനെപ്പറ്റി വേഗമായി ബ്ലണ്ടായി ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് നമ്മളങ്ങോട്ട് വരുത്തി തീർക്കാൻ വേണ്ടി ഏത് അറ്റം വരെയും പോകുന്ന സ്വഭാവം മലയാളികളിൽ ഇപ്പൊ ഉണ്ട്. പഴയ പോസ്റ്റുകൾ എടുത്ത് കുത്തിപ്പൊക്കി കൊണ്ടുവരിക, പഴയ വീഡിയോസ് എടുത്ത് കൊണ്ടുവരിക. അപ്പൊ അത്രമാത്രം സമയം ഉണ്ടോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ? ഇതിന്റെ പകുതി മതി നമുക്ക് നല്ലൊരു കരിയറിലേക്ക് എത്താൻ വേണ്ടി അല്ലേ? സോ നമ്മുടെ ഒബ്സെഷൻ ഓൺ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് എവറിബഡി ഹാസ് ഇൻക്രീസ്ഡ് എ ലോട്ട്. ഇപ്പം നടന്മാരാവട്ടെ നടിമാരാവട്ടെ ഇവരൊക്കെ പണ്ട് ചെയ്ത് ഇവരുടെ ലൈഫിലുണ്ടായ പഴയ മിസ്റ്റേക്സ് എടുത്തുകൊണ്ടുവന്ന് അവരെ അക്യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ടൈമുണ്ട്. ഇത്രയും സമയം മലയാളികൾക്ക് ഉണ്ടോയെന്ന് എനിക്ക് തന്നെ ചിലപ്പം തോന്നിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ തരാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവരുടെ ഡേറ്റിംഗ് ലൈഫ് അല്ലെങ്കിൽ അവരുടെ കല്യാണത്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്തു എന്ന് വിചാരിക്കും. അതിന്റെ കോമന്റ് സെക്ഷൻ എടുത്തു നോക്കിയാൽ തന്നെ ഒരു 1000 പേരൊരു ഹാർഡ് കോമന്റ് ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് കാണാം. പക്ഷെ പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഐ ഡോണ്ട് എക്സ്പെക്ട് ദിസ് ഫ്രം യു, യു ബ്രോക്ക് മൈ ട്രസ്റ്റ്, അല്ലെങ്കിൽ നീ മറ്റവനെ കല്യാണം കഴിക്കുന്ന വിചാരിച്ച്, അല്ലെങ്കിൽ നീ മറ്റവളെ ഡേറ്റ് ചെയ്യായിരുന്നു എന്നാ ഞാൻ വിചാരിച്ച്, ഇത് മോശമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യുന്ന 1000 ആൾക്കാരുണ്ടാവും. വാട്ട്സ് ദ പോയിന്റ് ഇൻ ഓൾ ദോസ് തിങ്സ്? ഒരാൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കല്യാണം കഴിക്കാനും ഡേറ്റ് ചെയ്യാനും റിലേഷനിലാവാനുള്ള റൈറ്റ് അവർക്കില്ലേ? അത് അവരുടെ പ്രൈവസി അല്ലേ? നമ്മൾ അത് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ നിന്ന് എന്തെങ്കിലും ഗുണം നമുക്കുണ്ടോ? ഇല്ല. നമ്മൾ ആരുടെങ്കിലും കോമന്റ് സെക്ഷനിൽ കയറി നമ്മളുടെ ഫ്രസ്ട്രേഷൻ തീർക്കുക എന്നല്ലാതെ അതുകൊണ്ട് നമുക്ക് ഗുണമില്ല, അവർക്കും ഗുണമില്ല. റീസെന്റ് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിന്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് കുറച്ച് സംഭവങ്ങളുണ്ടായി. അവരുടെ വൈഫിന് വേറൊരാളുടെ കൂടെ പോകേണ്ടി വന്നു. ഇതിന് വളരെ മോശം രീതിയിലാണ് മലയാളികൾ സമീപിച്ചത്. പല ന്യൂസ് ചാനൽസിൽ വരെ ഞാൻ അത് കണ്ടു. അതിനൊക്കെ ആവശ്യമുണ്ടോന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആഘോഷിച്ച് അവരുടെ കംപ്ലീറ്റ് കരിയർ ഡിസ്ട്രോയ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മള് ഒട്ടുമിക്ക വീഡിയോസും കണ്ടത്. റിയാക്ഷൻ വീഡിയോസ്. ഇതിനെന്തിനാ ഒരു റിയാക്ഷൻ വീഡിയോ? ഒരാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യത്തിൽ നമുക്ക് റിയാക്ട് ചെയ്യാനുള്ള എന്ത് റൈറ്റാ ഉള്ളത്? നമ്മളുടെ ലൈഫ് നേരെയാണോ? നമ്മളുടെ ലൈഫിൽ എത്ര പ്രശ്നങ്ങളുണ്ടാവും, അതിന്റെ പകുതി പോലും ഈ പറയുന്ന ആൾക്കുണ്ടാവില്ല. അത് നമുക്ക് ജഡ്ജ് ചെയ്ത് റിയാക്ട് ചെയ്ത് അവരെ രണ്ടുപേരെയും തെറി വിളിച്ചു കഴിഞ്ഞാൽ മലയാളികൾക്ക് എന്തോ സമാധാനം കിട്ടിയ പോലെയാ. ഞാൻ ജനറലൈസ് ചെയ്യല്ല, ബട്ട് ദിസ് ഹാസ് ഗോൺ ബിയോണ്ട് എ പോയിന്റ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് പറയേണ്ട ടൈമായി. ഈ പറയുന്ന പെർട്ടിക്കുലർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇസ് വെരി ഫേമസ്. സോ പുള്ളിക്കാരന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? നമ്മൾ ഈ കണ്ട റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കുറെ വർഷങ്ങളോളം യൂട്യൂബിൽ നിന്ന് കറങ്ങും. ഇതെല്ലാവർക്കും കാണുമ്പോൾ ഒരു ട്രോമ ആയിരിക്കും. ഈ പറയുന്ന ആൾക്കാവട്ടെ അത് അനുഭവിക്കുന്നവർക്കാവട്ടെ അവർക്കതൊരു ട്രോമയാവും. അവർക്ക് അവരുടെ ലൈഫ് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട്. എല്ലാവരും യങ് ആയ ഏജിലുള്ളവരാ. സോ വൈ ഡു വി ഹാവ് ടു റിയാക്ട് ഫോർ എവറിത്തിങ് വിച്ച് ഹാസ് നോ പോയിന്റ് അറ്റ് ഓൾ? ഒരാളുടെ ലൈഫിൽ എന്തെങ്കിലും നടന്നാൽ അത് ലീഗലി അടുത്ത ആക്ഷൻ എടുക്കാനും പേഴ്സണലി അടുത്ത ആക്ഷൻ എടുക്കാനുള്ള റൈറ്റും നോളജും അവർക്കുണ്ട്. അതിനുള്ള സപ്പോർട്ടൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടാവും.
പക്ഷെ നമ്മൾ നമ്മളുടെ അഭിപ്രായം പറഞ്ഞ് അവിടെ വേറെ രീതിയിലുള്ള ഒരു കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി യൂസ്ലെസ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഇതൊരു പോയിന്റ് കഴിഞ്ഞു. കാരണം എന്തിനും ഏതിനും റിയാക്ട് ചെയ്യുന്ന മലയാളികളുടെ പ്രവണത ഒരു ലിമിറ്റ് കഴിഞ്ഞു. ഇത് നമ്മൾ ഇനിയെങ്കിലും മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ദിസ് ഇസ് എ മലയാളി എന്നുള്ള ഒരു ടാഗ് ലൈൻ ഇടേണ്ടി വരും. ഇനി there is something else called as the illusion of I know you. എനിക്ക് നിന്നെ അറിയാം എന്നുള്ള ആ ഒരു ഇല്യൂഷണൽ ചിന്ത. നമ്മൾ ഒരാളുടെ വ്ളോഗ് കാണുകയാണെങ്കിൽ അതിൽ 10-20 മാക്സിമം 1.5 മണിക്കൂർ ഉണ്ടാവുള്ളൂ ആ വ്ളോഗ്. അതിനപ്പുറത്തേക്ക് അയാളുടെ ലൈഫ് എന്താണോ, അയാളുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് എന്താണോ, അയാളുടെ ലൈഫ് എങ്ങനെയാ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. അത് തന്നെ എഡിറ്റ് ചെയ്ത് ബെസ്റ്റ് വേർഷനാ ഒരാൾ പുറത്തു വിടുക. എങ്ങനെ നമുക്ക് അത്തരത്തിൽ നിന്നുള്ള ഒരു വീഡിയോയിൽ നിന്ന് ഒരാളെ പറ്റി കംപ്ലീറ്റ്ലി ഒരു ഇമേജ് നമുക്ക് കിട്ടും? റെഡിറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ പലതരം കോമന്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരാളെ പറ്റി. ഇതിൽ പേഴ്സണലി അറിയണവരുണ്ടാവും, പേഴ്സണലി അറിയാത്തവരുണ്ടാവും. പക്ഷെ നമുക്ക് എത്രത്തോളം ഒരാളെ അറിയാൻ പറ്റും? എനിക്ക് എന്നെ അറിയുന്ന അത്രയും നിങ്ങൾക്ക് എന്നെ അറിയൂ? ഇല്ല. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസിൽ ഞാൻ എന്റെ ബെസ്റ്റ് വേർഷൻ അല്ലേ പുറത്തേക്ക് വിടുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ പറ്റി എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു പരിധി ഉണ്ടല്ലേ. ദിസ് അപ്ലൈസ് എവ്രിവെയർ. വി ഡോണ്ട് നോ എനി വൺ ടു ദ ഫുള്ളസ്റ്റ്. നമുക്ക് നമ്മളെ പോലും ചില സമയം വിശ്വസിക്കാൻ പറ്റാറില്ല. അത്രയും ഡൈവേഴ്സിഫൈഡ് ആണ് ഹ്യൂമൻ ബീങ്സ്. അപ്പൊ നമുക്ക് എങ്ങനെ ഒരാളുടെ 10-20 മിനിറ്റിൽ നിന്ന് അയാളുടെ ലൈഫ് അങ്ങനെയാ, അയാളുടെ സ്വഭാവം അങ്ങനെയാന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുക? ആ ഒരു ചിന്താഗതി നമ്മൾ ഫസ്റ്റ് തന്നെ മാറ്റേണ്ടത്. We see what they choose to show us. So we don't have the right to judge them based on just 10-20 minutes of vlog. അത് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. There are situations where ഒരു ഇൻഫ്ലുവൻസർ അവരുടെ ഒരു വീഡിയോ ഇട്ടോന്ന് വിചാരിക്കും. കുറച്ച് എക്സ്പോസീവ് ആയ ഡ്രസ്സിൽ അവര് ഒരു ഡാൻസിങ് വീഡിയോ ചെയ്തെന്ന് വിചാരിക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് സ്ക്രോൾ. നമ്മൾ അത് കാണണ്ട, ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് പോവുക. നമുക്ക് ഇഷ്ടപ്പെട്ടേ നല്ലൊരു കോമന്റ് ഇടുന്നതിൽ തെറ്റില്ല. പക്ഷെ കംപ്ലീറ്റ്ലി ഹേറ്റഡ് നമ്മൾ അവിടെ പോർ ചെയ്തിട്ട് പിന്നെ അവരുടെ അച്ഛനും അമ്മയ്ക്കും വരെ മെസ്സേജ് അയക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ചിലടത്ത്. ഇതൊക്കെ കാണുന്ന പേരൻസിന്റെ മെന്റാലിറ്റി എന്തായിരിക്കും? അവർ വിചാരിക്കും അവരുടെ മക്കൾ എന്തോ വലിയ തെറ്റ് ചെയ്യാന്ന്. നമുക്ക് തെറ്റെന്ന് തോന്നുന്ന ഒരു കാര്യം എല്ലാവർക്കും തെറ്റാവണം എന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം വേറൊരാൾക്ക് ശരിയായി തോന്നണമെന്നില്ല. സോ ഈ രാജ്യത്ത് നമുക്കുള്ള ചില റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരാളോടും പറയാൻ പറ്റില്ല നീ എനിക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. പറയാനുള്ള റൈറ്റ് നമുക്കില്ല. ഇതിൽ നിന്നൊക്കെ എന്ത് രീതിയിലുള്ള സന്തോഷം നമുക്ക് കിട്ടുന്നത്? ഇനി നമ്മൾ ഇതിലൊരു വലിയ ഡിസ്ട്രാക്ഷൻ വരുത്തുന്നുണ്ട്. അതെന്താണെന്നറിയോ? വെൻ യു കോമെന്റ് ഓൺ സംവൺസ് ലൈഫ്, പിന്നീട് ഇവൻച്വലി ചിലപ്പോൾ അവർക്ക് ആൻസൈറ്റി വരാം, പാനിക് അറ്റാക്ക് വരാം, അവരുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി നഷ്ടപ്പെടാം. അവരുടെ നല്ലൊരു കരിയർ ആയിരിക്കും നമ്മൾ കാരണം ഇല്ലാതെയാവുന്നത്. അതൊരു വലിയ കാര്യമാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. സോ നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളാണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന എന്തൊരു കാര്യമാവട്ടെ, എന്തൊരു കോൺട്രവേഴ്സി ആവട്ടെ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ എഫക്ട് ചെയ്യാത്തിടത്തോളം കാലം ഇറ്റ്സ് ബെറ്റർ ടു കീപ് സൈലന്റ്. കാരണം നമ്മൾ പറയുന്ന ഓരോ കോമെന്റും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാ. ദാറ്റ് കംസ് ഫ്രം യു. അത് നമ്മളുടെ ക്യാരക്ടറിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മളുടെ 1-2 വാക്ക് കാരണം ഒരാളുടെ ലൈഫ് വരെ തകർന്നു പോവാണെങ്കിൽ അതിലും വലിയ തെറ്റ് വേറെ ഒന്നുമില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഒരാളുടെ കരിയറും പേഴ്സണൽ ലൈഫും പ്രൈവറ്റ് ലൈഫും ഒക്കെ മിക്സ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം കുറച്ച് നേരത്തേക്ക് സമാധാനം ഉണ്ടാവും. ബട്ട് ഇമാജിൻ യുവർ സെൽഫ് ഇൻ ദെയർ ഷൂസ്. അവരെന്തിലൂടെ കടന്നു പോകുന്നുണ്ടാവുക. ചിലപ്പോൾ അവരെ വളരെയധികം മനസ്സിലാക്കുന്നവരെ വരെ അവർക്ക് നഷ്ടപ്പെട്ടു എന്നിരിക്കും നമ്മളുടെ ഒരു കോമെന്റ് കാരണം. So it's always important to think before you do something on social media. കാരണം നമ്മൾ ഇടുന്ന ഒരു കോമെന്റ്, നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ചെറിയ ഹേറ്റ്രഡ് മതി ഒരാളുടെ ലൈഫിനെ തന്നെ കംപ്ലീറ്റ്ലി അപ്സൈഡ് ഡൗൺ ആക്കാൻ. സോ പാരസോഷ്യൽ ബിഹേവിയേഴ്സ് ആർ ഓൾ നോർമൽ. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നാനും അഡ്മിറേഷൻ തോന്നാനും അവരോട് നമുക്ക് ഒരു പേഴ്സണൽ കണക്ഷൻ തോന്നാനും അതിലൊന്നും ഒരു തെറ്റില്ല. ബട്ട് ദ മൊമെന്റ് യു ഹാവ് സം കൈൻഡ് ഓഫ് ഹേറ്റ്രഡ് ടുവേർഡ്സ് ദം, നമുക്ക് അവര് ചെയ്തതൊക്കെ ബ്ലെയിം ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ദറ്റ് യു സ്റ്റെപ്പ് ബാക്ക്. കാരണം അത് ടോക്സിക് ആവും. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം, നമുക്ക് അവരെ അഡ്മയർ ചെയ്യാം, അവരിൽ നിന്ന് നമുക്ക് ഇൻസ്പയർഡ് ആവും. ബട്ട് ദേ ആർ നോട്ട് അവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഓൺ ദം. നമുക്ക് ആരെയും നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാനുള്ള ഒരു റൈറ്റും ഇല്ല. ഈവൻ പേരൻസിന് പോലും ലൈഫ് ലോങ് അവരുടെ മക്കളെ ഇങ്ങനെ കൂടെ വെക്കാൻ പറ്റില്ല. ദേ ഹാവ് ടു ഡു ദിയർ തിങ്സ്, ദേ ഹാവ് ദിയർ ഓൺ ലൈഫ്.
സോ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പം ഇതൊരു കൺട്രോൾ വിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് പോകണ്ടെന്ന് തോന്നുമ്പോൾ ജസ്റ്റ് സ്റ്റെപ്പ് ബാക്ക് ആൻഡ് എല്ലാ പോസ്റ്റിനും പോയി കോമെന്റ് ചെയ്യണം, എല്ലായിടത്തും പോയി നമ്മളുടെ ഒരു ഡിസ്ട്രക്റ്റീവ് അപ്രിസിയേഷൻ വെക്കണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് നമ്മുടെ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. അവരിൽ നിന്ന് ഇഷ്ടമുള്ളത് എടുക്കാം, ഇഷ്ടമില്ലാത്തത് എടുക്കണ്ട. ദാറ്റ്സ് ഇറ്റ്. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. ഇതിൽ നിന്നൊന്നും ഞാൻ കേരളത്തിലെ ഓഡിയൻസിനെ കംപ്ലീറ്റ്ലി ജനറലൈസ് ചെയ്യല്ല, പക്ഷെ ഇതൊരു ലിമിറ്റ് വിട്ടു തുടങ്ങി. മറ്റുള്ളവരുടെ ലൈഫും അവരുടെ പേഴ്സണൽ സ്പേസും നമ്മൾ റെസ്പെക്ട് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വന്നു തുടങ്ങി. സോ ഐ ഹോപ്പ് യു ആൾ ഫൈൻഡ് ദിസ് വെരി യൂസ്ഫുൾ. നിങ്ങൾക്ക് നിങ്ങളുടെ കോമെന്റ്സും എവിടെ ഇടാം. ആൻഡ് ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. ഞാൻ ഇതാരിലും അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നില്ല. ഇത് നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ I think you should rethink about how you are on a platform, how you behave on a platform. So please do like, share and subscribe to my YouTube channel. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ bye bye.